അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മരണപ്പെട്ടതിൻ്റെ ശേഷം അവിടുത്തെ കൂട്ടുകാരിൽ നിന്ന്, അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ നിന്ന് ഒരാൾ സ്വപ്നം കാണുകയാണ്. ബഹുമാനപ്പെട്ടവർ ചരിത്ര ഗ്രന്ഥങ്ങളിലെ ഇങ്ങനെയുള്ള സന്ദർഭം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. മരണപ്പെട്ട മഹാന്മാരെ സ്വപ്നത്തിലൂടെ അവിടുത്തെ മുഹിബീങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക അവരുടെ ആഖിറത്ത് ജീവിതം എങ്ങനെ എന്നുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇദ്ദേഹം സ്വപ്നത്തിലൂടെ കാണുമ്പോൾ നല്ല റാഹത്തിൽ, നല്ല സന്തോഷത്തിൽ, സ്വർഗത്തിൽ അനുഭവിക്കുന്നതായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹം കാണുകയാണ്. ഇത് കണ്ടപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അത്രമാത്രം നിങ്ങൾ ഈ ദുനിയവിയായ ജീവിതത്തിൽ ധാരാളം ഇബാദത്തുകളും ദീനീ ത്യാഗങ്ങളും ദീനിന് വേണ്ടി ധാരാളം ഖിദ്മത്തുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾക്ക് സ്വർഗം കിട്ടേണ്ടത് തന്നെയാണ്. എന്നാലും നിങ്ങൾ ചെയ്ത അമലിൽ എന്തെങ്കിലും ഒന്ന് പ്രത്യേകമായി അള്ളാഹു സ്വീകരിച്ചതുണ്ടാവുമല്ലോ. നിങ്ങൾ നിസ്കരിച്ച നിസ്കാരമാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഓതിയ ഖുർആനാണോ, അല്ലെങ്കിൽ എഴുതിയ കിതാബാണോ? ധാരാളം ഇമാം ഗസ്സാലി റളിയല്ലാഹുവിൻ്റെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇബാദത്തുകളുടെ വ്യത്യസ്ത ഭാഗങ്ങളൊക്കെയും നമുക്ക് അവിടെ കാണാം. പക്ഷെ ഏതുകൊണ്ടാണ് അള്ളാഹുന്ന് പ്രത്യേകമായി അവിടുന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ അങ്ങനെ ഒരു കാര്യം എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. വളരെ ഗൗരവത്തോടു കൂടെ നാം ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ധാരാളം ഞാൻ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം നന്മകൾ എനിക്കുണ്ട്, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടത് മറ്റുള്ളതൊക്കെയും അള്ളാഹു സ്വീകരിക്കാൻ കാരണമായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിസാരമാണെന്ന് കരുതിയ ഒരു ചെറിയൊരു സംഭവമാണ്. എന്താണ് ആ സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഞാൻ കിതാബ് എഴുതാൻ വേണ്ടിയിട്ട് എഴുതുന്ന സ്ഥലത്തിലേക്ക് ഞാനിങ്ങനെ വന്നപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന മഷി കുപ്പിൻ്റെ അടുക്കൽ ഒരു ഈച്ച വന്നുകൊണ്ട് ആ മഷിയെ ഊമ്പിക്കുടിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഏതായാലും ആ മഷിക്കു കുറച്ചൊക്കെ ഈച്ച കുടിക്കുകയാണല്ലോ, അത് ആവശ്യപ്പെട്ട് ദാഹിച്ച് കുടിക്കുകയാണല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോയാൽ അത് പിന്നെ അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഞാൻ ശ്രദ്ധ വെച്ച് അതിനൊന്നും ബുദ്ധിമുട്ടാവാതെ കുറേ നേരം ഞാൻ എത്രത്തോളം ആവശ്യമാണ് അത്രത്തോളം അത് കുടിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കുറേ നേരം അവിടെ അതിനൊന്നും ബുദ്ധിമുട്ടിക്കാതെ അതിന് ഞാൻ നിന്നുകൊടുത്തു. ആ നിന്നുകൊടുത്തത് അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിനെ സന്തോഷമാക്കിയിട്ടുണ്ട്. ഞാൻ ഇത്രയെല്ലാം ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനെ അതൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ടതും ഇവിടെ ഈ ആഖിറ ലോകത്ത് അള്ളാഹു എടുത്തു പറഞ്ഞതും മറ്റുള്ള ഇബാദത്തുകളൊക്കെ സ്വീകരിക്കാൻ കാരണമായിട്ടുള്ളത് ഈ ചെറിയ അമലാണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് നോക്ക്, എത്ര ചെറിയ വിഷയമാണെന്ന് കരുതിയ പലതും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ സംഭവമാണ്. അതുകൊണ്ട് ഒരു ചെറിയ നന്മ പോലും നാം നഷ്ടപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല നിയത്തുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഒരു വിഷയവും ഒരു നന്മയും നാം നിസ്സാരപ്പെടുത്തരുത്. കേവലം നിസ്കാരത്തിന് മാത്രമല്ല, ഖുർആൻ ഓതുന്നതിന് മാത്രമല്ല, തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് മാത്രമല്ല റബ്ബിൻ്റെ അടുക്കൽ കൂലിയുള്ളത്. ഇതിനൊക്കെയും പ്രതിഫലമുണ്ട് എന്നുള്ള ആ നല്ല ബോധം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും ശ്രദ്ധിച്ച് ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.